പ്രിയമുള്ള പ്രേക്ഷകരെ, നമസ്തേ. നമ്മുടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ശുക്രൻ്റെ രാശിചാരം. ശുക്രൻ കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ശുക്രൻ കുംഭൻ രാശിയിൽ സ്ഥിതി ചെയ്യുക കേവലം 25 ദിനങ്ങൾ മാത്രമാണ്. പക്ഷെ എന്തുകൊണ്ട് ബുധനും ശുക്രനും ചൊവ്വയുമൊക്കെ രാശികൾ മാറുമ്പോൾ നാം സൂക്ഷ്മമായി വിചിന്തനം ചെയ്യുന്നു എന്ന ചോദ്യം എൻ്റെ പ്രേക്ഷകർക്കുണ്ടാകാം. വ്യാഴം വർഷത്തിലൊരിക്കൽ മാറുന്നു. എല്ലാവരും ശ്രദ്ധിക്കും വ്യാഴത്തിൻ്റെ ചാരവശാലുള്ള മാറ്റം. ശനി 2.5 വർഷം നിൽക്കുന്നു. അതിനിടയിൽ പലപ്പോഴും വക്രിയായി വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിചാരമുണ്ടാകുന്നുണ്ട്. രാഹുകേതുക്കൾ 1.5 വർഷം മാറുന്നു. ആദിത്യൻ മാസത്തിൽ മാറുന്നു. ചന്ദ്രൻ 2.25 ദിനത്തിൽ മാറുന്നു. പലപ്പോഴും ബുധനും ശുക്രനും 30 മുതൽ 45 ദിവസമാണ് സാധാരണ രാശിയിൽ നിന്ന് മറ്റു രാശിയിലേക്ക് മാറാനുള്ള സമയം. ചൊവ്വയും അപ്രകാരമാണ്. ഉദാഹരണമായി ബുധൻ 65 ദിവസമാണ് ഇപ്പോൾ കുംഭൻ രാശിയിൽ നിൽക്കുന്നത്. അപ്രകാരം ചൊവ്വ 4 മാസം 120 ദിവസമൊക്കെ നിന്നത് കാണാറുണ്ട്. ഇവിടെ പെട്ടെന്ന് ഫലം ചെയ്യുന്ന ഗ്രഹങ്ങളാണ് ബുധനും ശുക്രനും. ഇതായത് ഗാംബ്ലിംഗ് പ്ലാനറ്റാണ്. അതുകൊണ്ടാണ് സൂക്ഷ്മമായി നാം ഇങ്ങനെയൊരു ചിന്ത നടത്തുന്നത്. ഓരോ രാശിക്കാർക്കും ഏത് രീതിയിൽ ഗുണം വരാമെന്ന ചിന്ത. 1201 മകരമാസം 23-ാം തീയതി മുതൽ കുംഭമാസം 17-ാം തീയതി വരെയുള്ള, അതായത് 2026 ഫെബ്രുവരി 6 മുതൽ മാർച്ച് 1 വരെയുള്ള 25 ദിനങ്ങളാണ് കുംഭൻ രാശിയിൽ നിൽക്കുക. ശുക്രനെ കൊണ്ടാണ് നാം ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും ചിന്തിക്കുക. വീനസ് ഈസ് ദ മെറ്റീരിയലിസ്റ്റ് പ്ലാനറ്റ്. വ്യാഴമാണെങ്കിൽ ഇസ് എ സ്പിരിച്വൽ പ്ലാനറ്റ്. മെറ്റീരിയൽ പ്ലാനറ്റ് ആകുന്നു ശുക്രൻ. വിവാഹം, ആഡംബരം, വാഹനം വാങ്ങുക, ധൂർത്തടിക്കുക, കാശ്, ഇതൊക്കെ ശുക്രൻ്റെ ധർമ്മമാണ്. സ്ത്രീകൾ, സുഹൃത്തുക്കൾ, പബ്ബിൽ പോവുക, അടിച്ച് പൊളിക്കുക, ഇതൊക്കെ ശുക്രൻ്റെ ധർമ്മമാണ്. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും ഈ ശുക്രൻ എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ ശുക്രൻ നിൽക്കുന്നത് തുലാൻ രാശിയുടെ അധിപനാണ് ശുക്രൻ. 2 ഭാവങ്ങളുടെ ആധിപത്യമാണ് ഉള്ളത് ശുക്രന്. ഒന്ന് തുലാൻ രാശിയുടെ മൂലക്ഷേത്രം, മറ്റൊന്ന് ഇടവൻ രാശിയുടെ. ഇവിടെ തുലാൻ രാശിയുടെ ആധിപത്യമുള്ള ഈ ശുക്രൻ എവിടെ നിൽക്കുന്നു? കുംഭം രാശിയിൽ 5-ാം ഭാവത്തിൽ നിൽക്കുന്നു. ലഗ്നാധിപൻ 5-ൽ നിൽക്കുന്നു. ഏറ്റവും നല്ലതാണ് 5-ലെ ശുക്രൻ. ധീമാൻ എന്നാണ് വരാഹമിഹിർ ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. ബുദ്ധി ഉള്ള ആണ്. കുംഭം പ്രതീക്ഷയുടെ രാശിയാണ് കുംഭം രാശി. ആ രാശിയിലാണ് നിൽക്കുന്നത്. വലിയ എഴുത്തുകാർ, ഭാവനാ സമ്പന്നർ, കലാകാരന്മാർ, ഇവർക്കൊക്കെ തന്നെ 5-ാം ഭാവം സ്വതവേ കുംഭൻ രാശി വരുമ്പോൾ തുലാൻ രാശിയിൽ നിൽക്കുന്നവർക്ക് അത് എഴുത്തായാലും പ്രതിഭയായാലും അഭിനയമായാലും അവർ ഏറ്റവും അധികം ശോഭിക്കും. ഉദാഹരണമായി മോഹൻലാലിൻ്റെ ജാതകം തുലാൻ ലഗ്നമാണ്. MGR തുലാൻ ലഗ്നമാണ്. ചാർലി ചാപ്ലിൻ തുലാൻ ലഗ്നമാണ്. ഇവരൊക്കെ പ്രതിഭകളാണ്. അപ്രകാരം ലോകം കണ്ട ശാസ്ത്രജ്ഞർ പലരും തുലാൻ രാശിയിൽ ജനിച്ചിട്ടുണ്ട്. പ്രതിഭയുടെ പൂർണ്ണത അത് മധു തുലാം രാശിയാണ്. പി ഭാസ്കരൻ മാസ്റ്റർ തുലാം രാശിയാണ്. ഇവർക്കൊക്കെ തന്നെ പ്രതിഭയുടെ പൂർണ്ണത 5-ാം ഭാവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കും. വി ക്യാൻ സീ ദ ക്രിയേറ്റിവിറ്റി എമംഗ് ദോസ് പീപ്പിൾ ഹു ബിലോങ് ടു അസെൻഡൻറ്റ് ലിബ്ര ഓർ തുലാം രാശി. ഇവിടെ ഞാൻ പ്രോമിസ് ചെയ്യുകയാണ്, ഈ 25 ദിവസക്കാലം ഭാവനാ സമ്പന്നർ, എഴുത്തുകാർ, വിദ്യാർത്ഥികൾ, അവരുടെ പഠനം, ഇതുമായി ബന്ധപ്പെടുന്ന എല്ലാ ക്രിയകളിലും റിസർച്ച് സ്റ്റുഡൻസ് എല്ലാം പൂർണ്ണത, ഹയർ സ്റ്റഡീസിന് പോകുന്നവർക്ക് നന്നായി ഉത്സാഹിച്ചാൽ ഈ 25 ദിനക്കാലം ദേ ക്യാൻ ഡു മിറക്കിൾസ്, നോ ഡൗട്ട് ഇൻ ഇറ്റ്. 5-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ സന്താന വിഷയത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ്. IVF ചികിത്സ ചെയ്യുന്നവർക്ക് അതിൻ്റേതായ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്യാം. മക്കളെ കൊണ്ട് ഏറ്റവും ഗുണം വരും 5-ൽ ശുക്രൻ നിൽക്കുമ്പോൾ. സുപുത്രേപിക്കും യസ്യ ശുക്രോ നുപുത്രേ പ്രയാസേന കിമ്യോ ന സമ്പാദിതാർത്ഥ ഉദർക്കം വിനാ മന്ത്രം ഇഷ്ടാശനാഭ്യാം അധീതേന കിംചേത് കവിത്വേന ശക്തി. 5 ശുക്രൻ വരുമ്പോൾ ചമത്കാര ചിന്താമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: 5-ൽ ശുക്രൻ ഇല്ലെങ്കിൽ നല്ല മക്കളുണ്ടായിട്ട് കാര്യമില്ല. താൻ കഷ്ടപ്പെട്ട ധനം കൊണ്ടൊരു പ്രയോജനമില്ല. തനിക്ക് കവിത്വത്തിൽ
പവർ ലഭിക്കില്ല. ഈ 5 ശുക്രൻ ഉണ്ടാകുമ്പോൾ ഇതെല്ലാം ലഭിക്കും. വിവിധ രീതിയിലുള്ള ധനാഗമ മാർഗങ്ങൾ, പ്രത്യേകിച്ച് ഗാംബ്ലേഴ്സ്, ലോട്ടറി കച്ചവടം, ചൂതാട്ടങ്ങൾ, ഷെയർ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെടുന്നവർക്ക്, സ്വർണം, വെള്ളി ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഈ ഒരു വാരം, ഈ ഒരു 25 ദിവസക്കാലം ദേ ക്യാൻ ഡു മിറക്കിൾസ്, ദേ ക്യാൻ ഗെറ്റ് എ ലോട്ട് ഓഫ് മണി, ദേ ക്യാൻ അക്യുമുലേറ്റ് വെൽത്ത്. നല്ല ആശംസകൾ. മന്ത്രസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്, മന്ത്രം ചെല്ലണം. മഹാലക്ഷ്മി അഷ്ടകമോ, ദേവി മഹാത്മ്യമോ, ലളിതാ സഹസ്രനാമമോ, ലളിതാ ത്രിശതിയോ, കനകധാരാ സ്തോത്രമോ ജപിച്ചാൽ വളരെയധികം ഗുണം വരും. നന്ദി, നമസ്തേ.